ഹായ്, വെക്കേഷനായിട്ട് എവിടെയും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒന്ന് പുറത്ത് പോയേക്കാമെന്ന്. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടെ ചാല ടൗണിലെത്തി. ചാല ശ്രീ കടവങ്കോട് മാക്കം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ബോർഡാണ് കാണുന്നത്. അതിലൂടെ പോയാൽ മാക്കം ഭഗവതി ക്ഷേത്രത്തിലെത്താം. നമ്മൾ പോകുന്ന സ്ഥലം ഇവിടെ നിന്ന് 20 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. എവിടെയാണെന്നറിയോ പോകുന്നത്? ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങടക്കാണ് ഇന്നത്തെ യാത്ര. ഇതേ കാണുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ വരുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഹോസ്പിറ്റലിലേക്കുള്ളൂ. അതുപോലെ ഇത് മാതൃഭൂമിയുടെ ഓഫീസാണ് കേട്ടോ. തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡാണ്. ഹൈവേ റോഡ് പണിയെടുക്കുന്നതിനാൽ ഏത് വഴി പോകണമെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ബീച്ച് റോഡ് കയറിയിട്ടുണ്ട്, ചെറിയ റോഡാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ സമയത്താണ് നല്ല ട്രെയിൻ കാണാൻ നമുക്കൊരവസരം ഉണ്ടായത്. അങ്ങനെ ബീച്ചിലേക്ക് എത്തിയ ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ്. സാധാരണ നമ്മൾ വരുന്ന സമയത്ത് കുറേ വണ്ടികൾ ആൾക്കാരുണ്ടാകാറുണ്ട്. ഇന്ന് ഭയങ്കര സൈലൻ്റാണ് ബീച്ച്. അതുകൊണ്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇന്ന് ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾ ഫുട്ബോളുമായിട്ടാണ് ഇന്ന് കളിക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഞാൻ ആദ്യമായിട്ട് 2 വീലർ ഇവിടെ നിന്നാണ് ഓടിച്ചത്. എൻ്റെ ഫസ്റ്റ് എടുക്കൽ തന്നെ അത് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ റോട്ടിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇല്ലേ, വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കുട്ടിക്ക് മാറ്റാൻ വേണ്ടി ഡ്രസ്സും അതേപോലെ കുളിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വെള്ളമൊക്കെ ആക്കിയിട്ടാണ് വരിക. കാരണം ഇവിടുന്ന് അത്രയും അഴുക്കായിട്ടാണ് പോവുക. അങ്ങനെ ഇവിടുന്ന് കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോകാറുള്ളത്. ബീച്ച് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ കിലോമീറ്ററോളം നീളത്തിൽ തന്നെ പുതിയ മോഡൽ നടപ്പാതയും ഉദ്യാനത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതുവരെ മുഴപ്പിലങ്ങാട് ബീച്ച് കാണാത്തവരുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ.